കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതി കൂട്ടൽ പുരോഗമിക്കുന്നതിനിടെ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. അശാസ്ത്രീയമായ മണ്ണും പാറയും നീക്കം ചെയ്യുന്നത് ഭാവിയിൽ മലയിടിച്ചിൽ ഭീഷണി വർദ്ധിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമാണ് പ്രദേശവാസികൾ നൽകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതികൂട്ടൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് സമീപം ദേശീയപാതയുടെ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തതോടെ വലിയൊരു പാറ അപകട ഭീഷണി ഉയർന്നിരിക്കുകയാണ്. മഴ ശക്തമായാൽ ഈ ഭാഗത്ത് മലയിടിച്ചിലിനും പാറകൾ റോഡിലേക്ക് പതിക്കുന്നതിനും സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്താണ് അപകട സാധ്യത നിലനിൽക്കുന്നത്. കൊച്ചിൻ ധനുഷ്കോടി റോഡിലെ മൂന്നാറിന് താഴെയുള്ള ഭാഗങ്ങൾ, ഹെഡ്വർക്സ് ഡാം, പ്രത്യേകിച്ച് ഹെഡ്വർക്സ് ഡാമിലുള്ള താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണെടുത്തേക്കുന്നത്. അതുകൊണ്ട് പല സ്ഥലത്തും പല ഭാഗങ്ങളിലും പാറകൾ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാന്നുള്ളൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ട് കൃത്യമായിട്ട് അതിൻ്റെ വൈഡനിങ്ങോ മറ്റുള്ള അതിൻ്റെ പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നല്ല കനത്ത മഴയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്കായിട്ട് ഗ്യാപ്പിൽ റോഡ് ബ്ലോക്ക് ആവാറുണ്ട്. അതുപോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ, കനത്ത മഴ പെയ്യുകയെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നമുക്ക് ബ്ലോക്ക് ആവുകയെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്നുള്ള ഒരു ഗതാഗതം നമുക്ക് കൊച്ചിൻ സൈഡിലേക്കുള്ള പൂർണ്ണമായും നമുക്ക് സ്റ്റോപ്പായി പോകും. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുൻപ് ഗ്യാപ്പ് റോഡിൽ അശാസ്ത്രീയമായ പാറകൾ പൊട്ടിച്ച് നീക്കം ചെയ്തതിനെ തുടർന്ന് മഴക്കാലത്ത് പലതവണ മലയിടിച്ചിലും പാറകൾ റോഡിലേക്ക് പതിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് മഴ ശക്തമാകുമ്പോൾ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുന്നത് പതിവായത്. സമാന രീതിയിൽ ഹെഡ്വർക്സ് ഡാമിന് സമീപവും പാറകൾ പൊട്ടിച്ച് നീക്കുന്ന നടപടികൾ ഒഴിവാക്കി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. അല്ലാത്ത പക്ഷം ഗ്യാപ്പ് റോഡിലേതുപോലുള്ള മലയിടിച്ചിൽ ഭീഷണി ഇവിടെയും ആവർത്തിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.